നമസ്കാരം. പ്രധാന വാർത്തകൾ. ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായി ബിജെപി തൊടുപുഴ BSNL ഓഫീസ് ഉപരോധിച്ചു. നഗരത്തെ തണലണിയിക്കൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ നഗരമധ്യത്തിലെ തണൽ മരങ്ങൾ നിരന്തരം വെട്ടിനശിപ്പിക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. തൊടുപുഴ നഗരസഭയുടെ ഇക്കോ ഫ്രണ്ട്ലി ക്യാരി ബാഗ് പദ്ധതി ലക്ഷ്യം കാണുന്നില്ല. ക്യാരി ബാഗുകൾ വാങ്ങുന്നത് 3 വൻകിട സ്ഥാപനങ്ങൾ മാത്രം. വിശദമായ വാർത്തകളിലേക്ക്. വിലക്കയറ്റത്തിനെതിരെ നടത്തുന്ന ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായി BJP നേതൃത്വത്തിൽ തൊടുപുഴ BSNL ഓഫീസ് ഉപരോധിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PP സാനു, നേതാക്കളായ PP ചന്ദ്രശേഖർ, K ജയകുമാർ, അഡ്വക്കേറ്റ് TK ജോസഫ്, KS അജി തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പെട്രോളിയം വിലവർധന അത് കുറയ്ക്കണം. അതോടൊപ്പം തന്നെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടത് വളരെയേറെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന, അവരനുഭവിക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സത്വരമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അഖിലേന്ത്യാ തലത്തില് നമ്മുടെ ഈ താലൂക്ക് കേന്ദ്രങ്ങളില് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള സമര പരിപാടിയുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മെയ് മാസത്തില് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 1 ലിറ്റർ പെട്രോളിന് 7 രൂപ 50 പൈസ കൂട്ടിയിരിക്കുക. അതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വർധനവുണ്ടായി 3 രൂപ 14 പൈസ. അപ്പൊ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചാൽ ഈ നാട്ടിലെ സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഈ ഗവൺമെന്റിന് അറിയാത്തതല്ല. അവർക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടും. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലെ പൂ തൊട്ട് എല്ലാ കാര്യവും അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവും ദുസ്സഹമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നഗരത്തെ പച്ചപിടിപ്പിക്കൽ പരിപാടി ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ വളർന്നുവരുന്ന മരങ്ങൾ നിർദാക്ഷിണ്യം വെട്ടിനശിപ്പിക്കുകയാണ് ചിലർ. നഗരമധ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള മരങ്ങളെ നിരന്തരം വെട്ടിനശിപ്പിക്കുകയാണ് പരസ്യ കമ്പനികൾ. ഇവർ സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾക്ക് ദൂരക്കാഴ്ച ലഭിക്കുന്നതിനാണ് മരങ്ങൾ നിരന്തരം വെട്ടിനശിപ്പിക്കുന്നത്. ഇലക്ട്രിക് ലൈനുകളുടെ തടസ്സമില്ലാതെ മരങ്ങൾക്ക് വളരാൻ കഴിയുന്ന അപൂർവം നഗരഭാഗങ്ങളിലൊന്നാണ് ഇത്. ഗാന്ധി സ്ക്വയറിന് കുളിരേകാൻ കഴിയുന്ന മരങ്ങൾ വെട്ടിനശിപ്പിച്ചിട്ടും സോഷ്യൽ ഫോറസ്ട്രി വിഭാഗവും പരിസ്ഥിതി പ്രവർത്തകരും കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് ബദൽ കൊണ്ടുവരാനുള്ള തൊടുപുഴ നഗരസഭയുടെ പദ്ധതി പാളുന്നു. മണ്ണിലലിയുന്ന ക്യാരി ബാഗുകൾ നിർമ്മിച്ച് വ്യാപകമാക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. വ്യക്തമായ ധാരണയോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. നമ്മുടെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 3-4 ഓർഗനൈസേഷൻസ് കൂടി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരം മണ്ണിലലിയുന്ന ക്യാരി ബാഗുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. അത് കുറേയേറെ ബാഗുകൾ ഇതിനോടകം തന്നെ നിർമ്മിച്ച് പല സ്ഥാപനങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുക. ആ ലയൺസ് ക്ലബിന്റെ ആ പരിപാടിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും, തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വീടുകളിലും 11,000 വീടുകളിലും സൗജന്യമായി ഒരു സ്ഥിരമായി ഉപയോഗിക്കാവുന്ന സഞ്ചി, ഓരോ സഞ്ചി വീതം ഓരോ വീട്ടിലും കൊടുക്കുക എന്നുള്ള പദ്ധതി ആരംഭിക്കുകയാണ്. പരമാവധി ആളുകളെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്നും പൊതുസ്ഥാപനങ്ങൾ ഇപ്പോൾ പൊതുവിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഈ സഞ്ചി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പർച്ചേസ് നടത്താനായിട്ടുള്ള ഒരു അഭ്യർത്ഥന, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രചരണം ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസ്കാരം, ഈ സഞ്ചിയുമായി വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോവുക എന്നുള്ള രീതിയിലുള്ള സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചരണം നടത്തുന്നതിന് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് തീരുമാനിച്ചു.
അതോടൊപ്പം തന്നെ ഈ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വീടുകളിൽ കൊടുക്കുന്ന സഞ്ചി ഉപയോഗിച്ച് കടകളിൽ വന്ന് സാധനം വാങ്ങിക്കുന്ന ആളുകൾക്ക്, ആ സഞ്ചിയുമായി വരുന്ന ആളുകൾക്ക് ഒരു സമ്മാന കൂപ്പൺ കൊടുക്കും. ആ കൂപ്പൺ ഞറുക്കെടുത്ത് ആകർഷകമായ സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി മർച്ചന്റ് അസോസിയേഷൻ ആവിഷ്കരിക്കുകയാണ്. അപ്പോൾ മർച്ചന്റ് അസോസിയേഷനും ലയൺസ് ക്ലബ്ബും നഗരസഭയും ചേർന്ന് വ്യാപകമായിട്ടുള്ള ഈ സഞ്ചിയുടെ ഉപയോഗം, തുടർ ഉപയോഗം, അതായത് ഒരു സഞ്ചി ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വീടുകളിൽ നിന്ന് സാധനം മേടിക്കാൻ വരുമ്പോൾ ഈ സഞ്ചി ഉപയോഗിച്ചുകൊണ്ട് സാധനം മേടിച്ചുകൊണ്ട് പോവുക, അതുവഴി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കുക എന്നുള്ള പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നഗരത്തിലെ 2-3 വൻകിട സ്ഥാപനങ്ങൾ മാത്രമാണ് ക്യാരി ബാഗുകൾ വാങ്ങിയിട്ടുള്ളത്. ബേക്കറികളും പച്ചക്കറി കടകളും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും ഇതുവരെ ക്യാരി ബാഗുകൾ വാങ്ങിയിട്ടില്ല. നിർമ്മാണ യൂണിറ്റുകൾ തേടിപ്പിടിച്ച് വാങ്ങാൻ കഴിയാത്തതാണ് ചെറുകിട വ്യാപാരികളെ പദ്ധതിയിൽ നിന്ന് അകറ്റുന്നത്. എന്തായാലും പദ്ധതിക്ക് അനുസരിച്ചുള്ള ആദ്യ നറുക്കെടുപ്പ് വരും ദിവസങ്ങളിൽ നടക്കും. ഇക്കോ ഫ്രണ്ട്ലി ക്യാരി ബാഗുകൾ വ്യാപകമാക്കാനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം ഉണ്ടായേക്കാം. തൊടുപുഴ 66 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ സബ്സ്റ്റേഷൻ പരിധിയിൽ വൈദ്യുതി മുടങ്ങും. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വിജയകരമായി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ് തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ. ഇതുവരെ ബാലറ്റ് പേപ്പർ സമ്പ്രദായം പിന്തുടർന്ന ഇവിടെ ഇക്കൊല്ലം യന്ത്രം ഉപയോഗിക്കുകയായിരുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ ലക്ഷ്യം. പുതിയ പരിഷ്കാരത്തിൽ തികഞ്ഞ സംതൃപ്തരാണ് പുതുതലമുറ. സാധാരണയായിട്ട് ഞങ്ങൾ ബാലറ്റ് പേപ്പറാണ് വോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം ഇവിടുത്തെ അധ്യാപകരുടെ പ്രയത്നഫലമായൊരു സോഫ്റ്റ്വെയർ രൂപീകരിച്ച് ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തുവാൻ സാധിച്ചു എന്നത് ഞങ്ങൾക്കേറെ അഭിമാനജനകമായ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വ്യക്തമായ ധാരണ ഇതുവഴി ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. വളരെ ആവേശത്തോടു കൂടി കുട്ടികളെല്ലാം ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒരു സ്കൂൾ ഒരു പാർലമെന്റ് ഇലക്ഷൻ ശരിക്കും എങ്ങനെയാണോ നടക്കുന്നത് അതിന്റെ ഫുൾ സ്ട്രക്ചറോട് കൂടി തന്നെയാണ് ഇവിടെ അതിന്റെ ഇലക്ഷൻ നടന്നത്. ബേസിക്കലി ബിഗിനിങ് വിത്ത് ഞങ്ങൾ നോമിനേഷൻ സബ്മിറ്റ് ചെയ്തു. അത് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ സ്റ്റുഡൻസ് ദേ ഹാവ് അനലൈസ്ഡ് ദിസ് ആൻഡ് അവർ ഞങ്ങളുടെ ഡിഫക്ട്സ് ബാലറ്റ് പേപ്പർ സംവിധാനങ്ങളിൽ നിന്ന് മാറി കമ്പ്യൂട്ടറൈസ്ഡ് വോട്ടിംഗ് സിസ്റ്റമാണ് ഇപ്രാവശ്യം നിലവിൽ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും കൂട്ടായ ഒരു പരിശ്രമ ഫലമാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷന്റെ ഇത്രയും ശക്തമായ വിജയം കാണിച്ചു തരുന്നത്. റിസർവേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ചില ക്ലാസ്സുകൾ ഗേൾ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് ഒഴിച്ചിട്ടിരുന്നു. അങ്ങനെ പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഒരു പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന അതേ രീതിയിൽ തന്നെയായിരുന്നു ഇലക്ഷന്റെ എല്ലാ പരിപാടികളും മുന്നോട്ട് നീങ്ങിയത്. ഒറിജിനൽ ഇലക്ഷന്റെ മോഡലിൽ തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ സ്കൂളിലെ ഇലക്ഷൻ നടന്നത്. ഞങ്ങളെല്ലാവരും അതിന്റെ ത്രില്ലിലാണ്. ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇലക്ഷനിൽ പങ്കാളികളാകാൻ സാധിച്ചത് ഭാഗ്യം തന്നെയാണ്. ഞാനിപ്പോൾ വളരെ സന്തോഷകരമേറിയ നിമിഷങ്ങളിലാണ്. കാരണം 18 വയസ്സാകുന്നതിന് മുമ്പേ തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ സ്കൂളാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ അവസരമൊരുക്കി തന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്നതിന് ഞാൻ ഈ സിസ്റ്റർ ബെന്നോനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിൽ മധുരം മാതൃഭൂമി പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആർ സൗദാമിനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വ്യാപാരി PS മോഹൻദാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി ജില്ലാ ലേഖകൻ സതീശൻ നായർ, UP വിഭാഗം ഹെഡ് മാസ്റ്റർ അബ്ദുൾ മജീദ്, കൌൺസിലർ TS രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏതാണ്ട് 30ഓളം കുട്ടികൾക്ക് കുടയും പുസ്തകങ്ങളും പേനയും അടക്കം പഠനോപകരണം വിതരണം നടത്തുവാൻ വേണ്ടിയിട്ട് ACC സിമന്റ് തയ്യാറാണ്. അതിന് തൊടുപുഴയിലെ മറ്റൊരു സ്കൂളും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ACC നൽകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ ഇതുമായിട്ട് ചർച്ച ചെയ്ത സമയത്ത് തൊടുപുഴയിലെ
ഒരു സ്കൂളിന്റെ അധ്യാപകൻ തൊട്ടടുത്തു നിന്ന് അത് കേൾക്കുകയും അദ്ദേഹവും കൂടെ കൂടി അതിൽ താല്പര്യമെടുത്ത് കുറച്ച് പുസ്തകങ്ങളും കുടയും ആ സ്കൂളിലേക്കും കൂടെ കൂടി ACCക്ക് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കൊടുക്കാൻ സാധിക്കാതെ വന്നത് എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ദിനപത്രം സ്വാതന്ത്ര്യ സമരത്തിനും ദേശസ്നേഹികളെ സൃഷ്ടിക്കുവാനുമൊക്കെ ലോകത്ത് നടക്കുന്ന, ഭാരതത്തിൽ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന സത്യസന്ധമായ വാർത്തകള് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ പരിശ്രമിക്കുന്ന മാതൃഭൂമി നമ്മുടെ സ്കൂളിനോട് സഹകരിച്ചുകൊണ്ട് മുഴുവൻ ക്ലാസ്സിലെ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിനും ഓരോ പത്രം എന്ന നിലയിൽ മാതൃഭൂമി പത്രം വിതരണം നടത്തുകയും അതിന്റെ ഉദ്ഘാടനവും ഈ വേദിയിൽ നടത്താം. മധുരം മലയാളം എന്ന തരത്തില് കേരളത്തില് കാപ്പ് NSS LP സ്കൂൾ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10-ന് ജോസഫ് വാഴക്കൻ MLA നിർവഹിക്കും. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ അനുമോദിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി തോമസ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായി BJP തൊടുപുഴ BSNL ഓഫീസ് ഉപരോധിച്ചു. നഗരത്തെ തണലണിയിക്കൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ നഗരമധ്യത്തിലെ തണൽ മരങ്ങൾ നിരന്തരം വെട്ടി നശിപ്പിക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. തൊടുപുഴ നഗരസഭയുടെ ഇക്കോ ഫ്രണ്ട്ലി ക്യാരി ബാഗ് പദ്ധതി ലക്ഷ്യം കാണുന്നില്ല. ക്യാരി ബാഗുകൾ വാങ്ങുന്നത് 3 വൻകിട സ്ഥാപനങ്ങൾ മാത്രം. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.